ചോദിച്ചോക്കപ്പോ എവിടെയുള്ളതെന്ന് പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ പോവുകയായി. ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ. എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈയെടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതും. അവിടെ എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാളെ സതീശനെ ഒന്നും നമുക്ക് തള്ളിപ്പറയാനോ മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് സതീശനെ ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. NV പ്രഭുവിൻ്റെ പേരിലുള്ളൊരു ചെസ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യണം. ഞാൻ സ്വല്പം വൈകി. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. ഇത് നമ്മൾ സഹപ്രവർത്തകർ തമ്മിൽ പറയണല്ലേ. നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കും. ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ഒരാളാണ്. അപ്പോൾ ഇവൻ എവിടെ പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് ചെന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഗ്രൂപ്പ് തർക്കങ്ങളായിരുന്നു കോൺഗ്രസിനെ കാലാകാലങ്ങളായി ദുർബലപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പോഴത് വ്യക്തിവൈരാഗ്യത്തിലും മൂപ്പിളമ തർക്കത്തിലേക്കും നയിക്കുകയാണോ? ആലപ്പുഴയിലെ ഇന്നത്തെ സുധാകരന്റെ തെറിപ്രയോഗം എന്ത് സന്ദേശമാണ് കോൺഗ്രസ് അണികൾക്ക് നൽകുന്നത്? പുതുപ്പള്ളിയിലെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലെ പരസ്യ തർക്കത്തിന് ശേഷം ആലപ്പുഴയിലെത്തുമ്പോഴും സതീഷ് സുധാകരൻ നീരസത്തിന് കുറവൊന്നുമില്ലെന്നാണോ? ഒരു വശത്ത് ലീഗ് മൂന്നാം കണ്ണു തുറന്നു നിൽക്കുമ്പോഴാണ് മുതിർന്ന നേതാക്കളുടെ ഉൾപ്പോര് പരസ്യമാകുന്നത്. ഇന്ന് പുറത്തു വന്നത് കോൺഗ്രസ് നേതാക്കളുടെ എന്തു മുഖമാണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിൽ ഐക്യം പുറത്തു മാത്രമോ തെറി വിളിച്ചു തീരുന്നോ? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശ്രീകുമാർ മനയിൽ കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി മാധ്യമപ്രവർത്തകൻ, ശ്രീ M ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ, ഒപ്പം ശ്രീ അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM നേതാവ്. ശ്രീ അരുൺ, ഇന്നിപ്പോൾ സുധാകരനും സതീശനും ഈ സംഭവം വിവാദമായതിനു ശേഷം ഒരു വിശദീകരണം നടത്തി. അത് ഞങ്ങൾ ജ്യേഷ്ഠ സഹോദരങ്ങളാണ്, ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞതുപോലെ കരുതിയാൽ മതി. സതീശനും അതിനെ ന്യായീകരിക്കുകയാണ്. തന്നെ എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യവും സുധാകരനുണ്ട്, അങ്ങനെ കണ്ടാൽ മതി. അതിൽ തീരുന്നതാണോ ഇന്ന് നടന്ന സംഭവങ്ങൾ? ഒരിക്കലുമല്ല. കേരളത്തിലെ ജനത മുഴുവൻ അത് കേട്ടതാണ്. സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജാഥ നയിക്കുമ്പോൾ 2 ക്യാപ്റ്റന്മാർ ഒരുമിച്ച് ജാഥ നടത്തുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ടെല്ലാം 2 ജാഥ, കാസർഗോഡ് നിന്നൊരു ജാഥ ആരംഭിക്കും, തിരുവനന്തപുരത്ത് നിന്നൊരു ജാഥ ആരംഭിക്കും, ഒരു പാർട്ടിയുടെ 2 ജാഥ ആരംഭിക്കുകയും ഓരോ ക്യാപ്റ്റന്മാരെയൊക്കെ കാണാറുണ്ട്. പക്ഷെ ഒരേ ജാഥയിൽ തന്നെ 2 പേർ ഒരുമിച്ച് നയിക്കുന്നത് തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോ ഈ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് നാം വളരെ ലൈവായി കാണുകയാണ്. അവസാനം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് നടത്തിയ ആ പ്രകസനം നമ്മൾ കണ്ടു. അതിനും ശ്രീ VD സതീശൻ ഇതേ തരത്തിലുള്ള എക്സ്പ്ലനേഷൻ ആണ് നൽകിയത്. തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ക്രെഡിറ്റും ശ്രീ VD സതീശൻ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ആ മൈക്ക് അങ്ങോട്ട് പിടിച്ചു വലിച്ചത് എന്ന് പറഞ്ഞ എക്സ്പ്ലനേഷനൊക്കെ എത്ര ബാലിശമായിരുന്നു എന്ന് കേരളത്തിലെ ജനത നോക്കി കാണുകയും നിരവധി ദിവസം അത് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അതേപോലെ തന്നെയാണ് ഇന്നുണ്ടായിട്ടുള്ള സംഭവം. പച്ചത്തെറി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാവരുടെയും മുഖഭാവവും മറ്റു കാര്യങ്ങളും കണ്ടതാണ്. മൈക്ക് ഓണാണ്, അതുകൊണ്ട് മാധ്യമങ്ങൾ കാണും, മിണ്ടാതിരിക്കാൻ ഷാലിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ഏറ്റവും ആദ്യം ശ്രീ VD സതീശന്റെ ഭാഗത്തുനിന്ന് വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണമൊക്കെ ഉണ്ടായി. പക്ഷേ ഇത് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ അതിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ആണ് അത്. ശരിക്കും സഹോദരങ്ങൾ പറയുന്ന ഭാഷയാണോ അത്, അല്ലെങ്കിൽ സഹപ്രവർത്തകർ പറയുന്ന ഭാഷയാണോ അത്? അപ്പോ തന്റെ മനസ്സിലുള്ളത് കൃത്യമായി തന്നെ പുറത്തു വരുന്നതാണ് അവിടെ കണ്ടത്. അല്ല, മാധ്യമങ്ങളോട് നേരത്തെ വരാൻ പറഞ്ഞു, മാധ്യമങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. മാധ്യമങ്ങൾക്കായാണ് താൻ അങ്ങനെ ഒന്ന് ചൂടായത് എന്നാണ് പറയുന്നത്. ചില സഹോദരങ്ങളും ചില സുഹൃത്തുക്കളും പരസ്പരം പറയുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ചില അവസരങ്ങളിൽ. അല്ല, അതൊക്കെ ബാലിശമായിട്ടുള്ള ഒരു ഡിഫൻസ് ആണ്. അപ്പൊ മാധ്യമങ്ങൾക്ക് ഇവിടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒബ്ജക്ഷനും ഒരു മാധ്യമങ്ങളും നിരത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. 10 മണിക്കാണ് പത്രസമ്മേളനം വിളിച്ചത്, വൈകുന്നു. അത് മാധ്യമ പ്രവർത്തകരെല്ലാം വളരെ അച്ചടക്കത്തോടെ തന്നെ അവിടെ അടിനിരക്കുകയാണ് ഉണ്ടായത്. ശ്രീ സുധാകരൻ തന്നെയാണ് എവിടെയാണ് വിളിക്കാത്തതെന്ത് വരാത്തതെന്തെന്ന് ചോദിച്ചുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുന്നതും അത് കൃത്യമായി തന്നെ ചാനലുകളിലൂടെ ലൈവായി തന്നെ പോവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി, കോൺഗ്രസ് അണികളിൽ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായി, പലർക്കും നിരാശയുണ്ടായി. പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ അടുക്കിൽ നിൽക്കുന്നു. ഇപ്പോ ഈ പറയുന്ന ജാഥ തന്നെ സമരാഗ്നി എന്നൊക്കെ പറഞ്ഞ് ഇത് ശരിക്കും ഒരു പദയാത്രയല്ല, ഒരു വാഹനജാഥയാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. ഒരു ജില്ലയിൽ 1-2 കേന്ദ്രങ്ങളിൽ വരുന്നു. എറണാകുളം മറൈൻ ഡ്രൈവിൽ തന്നെ ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങളും എല്ലാം വന്നതാണ്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടത്തിൽ UDFന്റെ ചർച്ച പോലും അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലീഗ് തന്നെ അവർക്ക് കൂടുതൽ സീറ്റ് ചോദിച്ചുകൊണ്ടുള്ള ഡിമാൻഡുകൾ നിലനിൽക്കുകയാണ്. അപ്പോ സിറ്റിംഗ് എംപിമാരിൽ പകുതി ആളുകൾ മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. അപ്പോ സീറ്റ് UDFന്റെ ചർച്ച പോലും പൂർത്തീകരിക്കാതെ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ആലപ്പുഴയിലുമെല്ലാം അവർക്കറിയാം അവർക്ക് നഷ്ടപ്പെട്ട ഒരു സീറ്റാണ് ആലപ്പുഴ. അപ്പൊ അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ വടംവലിയെല്ലാം ആരംഭിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എത്ര ന്യായീകരിച്ചാലും കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലുള്ള പരസ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവ താഴെ ഘടകങ്ങളിലേക്കും എത്തിച്ചേരും. UDFും കോൺഗ്രസും ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള, മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള കടുത്ത പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയ സമയത്ത് കുറെ നുണപ്രചരണങ്ങൾ നടത്തി ഇടതുപക്ഷത്തെ നിരന്തരമായി ആക്രമിക്കുക, ഇത്തരത്തിലുള്ള വാക്കുകൾ, പല തെറ്റായിട്ടുള്ള വാക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ പത്രസമ്മേളനങ്ങളിലും ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഉപയോഗിക്കാത്ത വാക്കുകൾ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ ഭരണകക്ഷി നേതാക്കന്മാർക്കെതിരെയൊക്കെ ഉപയോഗിച്ച് ശ്രീ കെ സുധാകരൻ അടക്കം മുന്നോട്ട് പോകുന്നത് നാം കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ പ്രതിസന്ധി കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേശീയ നേതൃത്വം അടക്കം ഇതിൽ ഇടപെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി ശ്രീ കെ അരുൺകുമാർ. അതാണ് ശ്രീ കെ അരുൺകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ശ്രീ ശ്രീകുമാർ മനയിൽ, താങ്കളൊരു കോൺഗ്രസ് അനുഭാവിയാണ്, ദീർഘകാലമായി ആ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് ദഹിക്കാൻ പറ്റുന്നൊരു സംഭവമാണോ, അംഗീകരിക്കാൻ പറ്റുന്നൊരു സംഭവമാണോ അവിടെ നടന്നത്? കാരണം ഒരു KPCC അധ്യക്ഷൻ അതിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും മൈക്ക് മുന്നിലുണ്ട് എന്ന് അറിയാതെ പറഞ്ഞതാണ് എങ്കിൽ പോലും പ്രയോഗിക്കേണ്ട ഒരു വാക്കല്ല അത്. പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കലായി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം ഇത്രയധികം ആളുകൾ കൂടി നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നേതാക്കൾ ഉള്ളപ്പോഴാണ് സുധാകരൻ്റെ ഈ പരാമർശം. എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാനാവുക എന്തൊക്കെ പറഞ്ഞാലും? രഞ്ജിത്തെ, എനിക്ക് മുന്നേ സംസാരിച്ച അരുൺകുമാറിനോട് എനിക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും യോജിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അരുൺകുമാർ പറഞ്ഞതാണ് സത്യത്തിൽ കാര്യം, യഥാർത്ഥ വസ്തുത. കാരണം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപിൽ ഒരു എഡ്ജിലെത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ KPCC അധ്യക്ഷനിൽ നിന്നും CLP ലീഡറെക്കുറിച്ച്, കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെക്കുറിച്ച് ഇത്തരത്തിലൊരു പരാമർശം പൊതു മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുജനങ്ങൾക്ക് മുന്നിലും വച്ചുണ്ടാകുന്നത് ഒട്ടും ആശാസ്യമായ നടപടിയല്ല. കാരണം VD സതീശനും കെ സുധാകരനും യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ ഹൈക്കമാൻഡ് നിയോഗിച്ച 2 വ്യക്തികളാണ്. CLP ലീഡറും KPCC അധ്യക്ഷനും. എന്നാൽ ഇവർ രണ്ടുപേരും തീരുമാനിച്ച് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ. അതാണ് ഹൈക്കമാൻഡ് കണക്കിലെടുക്കുന്നതും പരിഗണിക്കുന്നതും. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഇഴപ്പൊരുത്തമില്ലായ്മ, ഇവർ തമ്മിലുള്ള മാനസികമായ അടുപ്പമില്ലായ്മ, ഐക്യമില്ലായ്മ, പലപ്പോഴും ഒരു CLP ലീഡർ, കാരണം കോൺഗ്രസ് CLP ലീഡർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഉന്നതമായ പദവിയാണ്. ഒരു CLP ലീഡറെ അതേ ഇരിക്കുന്ന KPCC അധ്യക്ഷൻ ഒരു അസഭ്യ വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കുക, അതും പൊതുജനങ്ങളുടെ മുദ്രത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ അവസ്ഥയാണ് അത് കാണിക്കുന്നത്. കാരണം നേരത്തെ മിസ്റ്റർ അരുൺകുമാർ പറഞ്ഞ പോലെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിലെത്തി പകച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസ്. പിണറായി വിജയന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റാലി, അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ്. 2 അധ്യക്ഷന്മാർ, 2 ക്യാപ്റ്റന്മാർ എന്തിനത് ചോദ്യമാണ്. അതും ഒരു ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് 2 പേരെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും. 2 പേരിൽ ആർക്കാണ് പ്രാധാന്യം എന്നുള്ള തർക്കം പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും. ആ ഘട്ടത്തിലാണ് അത് ആലപ്പുഴയിലെത്തുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ എന്താണോ ഹൈക്കമാൻഡ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നേതൃത്വം ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായും തകരുകയാണ്. അല്ല രഞ്ജിത്ത്, അത് നിങ്ങൾ പറഞ്ഞ് ശരിയല്ല. രഞ്ജിത്ത്, അത് പറഞ്ഞ് ശരിയല്ല. എപ്പോഴും 2 ക്യാപ്റ്റന്മാർ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവുക. CLP ലീഡറും KPCC അധ്യക്ഷനുമാണ്, അല്ലെങ്കിൽ PCC അധ്യക്ഷനുമാണ്. കരുണാകരനായിരുന്നപ്പോഴും
അല്ല ജാഥയിൽ 2 ക്യാപ്റ്റന്മാരെ അവർക്ക് തീരുമാനം അതൊന്നൊരു തികച്ചും സാങ്കേതികമായ ഒരു കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ജാഥയിലായാലും അല്ലാതിരുന്നും ഇലക്ഷനിലും ഒക്കെ ഒരു മൾട്ടിപ്പിൾ ക്യാപ്റ്റൻ സമ്പ്രദായം ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊരു കോൺഗ്രസിന് ഹൈക്കമാൻഡിന്റെ ഒരു രീതിയാണ്, അത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രീതി. അതല്ല ഇവിടെ പ്രശ്നം. ഈ 2 ക്യാപ്റ്റന്മാരും തമ്മിലുള്ള ഇഴയെടുപ്പമില്ലായ്മ കാരണം കരുണാകരനും ആന്റണിയും തമ്മിലും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിലും രാഷ്ട്രീയമായി വളരെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുമ്പോഴും അവർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് തങ്ങളുടെ കീഴിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. അതിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നേരത്തെ അരുൺകുമാർ, ഞാനിപ്പോഴും അരുൺകുമാറോട് യോജിക്കേണ്ടി വരുന്നില്ല. കാരണം താഴെത്തട്ടിലുള്ളവർക്ക് വളരെ നിരാശ സമ്മാനിക്കുന്ന ഒരു നടപടിയായി പോയി ഇന്ന് കെ സുധാകരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് തീർച്ചയായിട്ടും അദ്ദേഹം അത്തരം ഒരു പബ്ലിക് ഡൊമൈനിൽ വെച്ചിട്ട് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമായിരുന്നു. അത് വി ഡി സതീശനെതിരെ മാത്രമല്ല, ഒരിക്കൽ പോലും ഇപ്പം സതീശനെതിരെ പറഞ്ഞു എന്നുള്ളതാണല്ലോ ഇവിടെ നമ്മുടെ ഒരു ഡിബേറ്റിൻ്റെ അതും. ശരിക്കും സതീശനെതിരെ എന്നല്ല, ഒരു നേതാവിനെതിരെയും ഒരു നേതാവും പബ്ലിക് ഡൊമൈനിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റാത്തൊരു വാക്കാണ് KPCC അധ്യക്ഷൻ CLP ലീഡർക്കെതിരെ ഉപയോഗിച്ചത്. അതൊരിക്കലും അദ്ദേഹം ഒരു അവധാനതയില്ലാത്തൊരു പ്രയോഗമായി പോയി. അത് ഈ അരുൺകുമാർ പറഞ്ഞ താഴേക്കിടയിലേക്ക് നിരാശ മാത്രമേ ഇതെല്ലാം പകർന്നു നൽകുള്ളൂ എന്നുള്ള കാര്യം ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ സതീശനും സുധാകരനും കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് എത്ര സീനിയർ നേതാക്കൾക്ക് ദഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പലരും അത് പറയാതെ പറയുന്നുമുണ്ട്, സീനിയറായിട്ടുള്ള പല ആളുകളും. അതിനുശേഷം അവരെ ഏത് തരത്തിൽ സീനിയറായിട്ടുള്ള പല ആളുകളെയും ഏത് തരത്തിൽ മാറ്റി നിർത്തിയതെന്ന് നമുക്കറിയാം. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നേതൃത്വം ഇതിനെ സഹിക്കുന്നത് എങ്ങനെയെങ്കിലും ആ പാർട്ടി നന്നാവട്ടെ, കയറി വരട്ടെ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ലീഗ് 3-ാം കണ്ണ് തുറന്നിരിക്കുകയാണ്. കാരണം കോൺഗ്രസിനെ, താങ്കളിലേക്ക് വരാം, കോൺഗ്രസിനെ കൂടി ഭസ്മമാക്കും ഞങ്ങൾക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ എന്ന് പറയുന്നൊരു സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. അപ്പോഴാണ് ഈ തരത്തിലുള്ള സമീപനം നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് ഏത് സാഹചര്യത്തിലായാലും അംഗീകരിക്കാൻ ഒന്നാണോ? നിങ്ങൾ സഹിക്കേണ്ടെന്ന്, നിങ്ങൾ ഈ പറയുന്ന ജനസ്വാധീനമില്ലാത്ത നേതാക്കന്മാരാണ് ഇവരെങ്കിൽ ഇവർക്ക് അതൊന്നും കൊടുക്കണ്ട. ജനസ്വാധീനമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നുണ്ട്. ഈ സുധാകരൻ തന്നെ ഇദ്ദേഹത്തിന് നല്ല ഇപ്പം അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിലുള്ള സംസാരം കുറച്ച് കൂടുതലായി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ല സമയം ഉണ്ടായിരുന്നല്ലോ CPM-ൽ, കണ്ണൂർ CPM-ആയിട്ട് കട്ടക്ക് നിന്നിരുന്ന സമയം. നിങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചാൽ KPCC പ്രസിഡന്റ് ആയിക്കൂടായിരുന്നു. ഈ പാർട്ടിയുടെ താല്പര്യമാണ് പ്രധാനം. എന്തേ ചെയ്തില്ല. ഇങ്ങനെ പ്രായമായി ഈ അത്തുമിത്തും പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അറിയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. ഇത് എല്ലാവരുടെയും ഒരു കുറ്റമാണ്. പിന്നെ ഞാനിതിൽ സുധാകരൻ വലിയ കുറ്റം പറയുന്നില്ല. ഇത് അദ്ദേഹം ഇന്നത്തേക്ക് കണ്ടുപിടിച്ചൊരു പ്രത്യേക വാക്കൊന്നല്ലല്ലോ. ഇത് അദ്ദേഹം ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കുന്ന വാക്കായിരിക്കും. മലബാറിലൊക്കെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഈ വാക്ക് നിരന്തരം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹോദരന്മാരുടെ ഇടയിൽ കേട്ടില്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നിരന്തരം ഇവരൊക്കെ നമ്മളെ പറയുന്നതല്ലല്ലോ. നമ്മളൊക്കെ എന്താണ് തണുപ്പിച്ച റൂമിലിരുന്ന് ഭയങ്കര എലീറ്റായി സംസാരിക്കുന്ന ആളുകളെന്നാണല്ലോ ഇവരൊക്കെ പറയുന്നത്. ഇവർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ആളുകളല്ലേ. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ആളുകൾ ജനങ്ങളുടെ ഭാഷ സംസാരിക്കും. അതിനെന്താ പ്രശ്നം? ഈ പല നേതാക്കളും നമുക്കറിയാം, പേഴ്സണലി വ്യക്തിപരമായി പല നേതാക്കളും ഇടപെടുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ നമ്മളോടും സൗഹൃദത്തിന്റെ പുറത്ത് പ്രയോഗിക്കാറുണ്ട്. സ്വാഭാവികമാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാം. പല ആളുകളും പറഞ്ഞത് പുറത്തു വന്നിട്ടുമുണ്ട്. പലതും വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങൾ പോലും ഓഡിയോ സംഭാഷണങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ സദസ്സ് വ്യത്യസ്തമാണെന്നേ. ഇവിടെ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നത് ആരെയാണ്? അധ്യക്ഷൻ. എന്ത് പരിപാടിയാണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ഗൗരവമാണ് പ്രശ്നം. നമ്മളൊക്കെ വീട്ടിലേ ഇത്തിരി വാക്കുകളൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട് കേട്ടോ. അവൻ പറയുന്ന സമയത്ത് കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞു തന്ന കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് സർക്കിൾ എന്നല്ലേ ഈ പറയുന്നത്. അതിനെന്താ പ്രശ്നം? അപ്പോൾ പറയുന്നു വീട്ടിൽ നിന്നും ബാപ്പയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നീ ഇപ്പം ഇതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നീ അറിയാതെ എപ്പോഴും പൊതുസമൂഹത്തും പറഞ്ഞു. ഇത് ഉള്ളതാണ്, ഇതൊരു വാസ്തവമാണ്. നമ്മളെ ഇവിടുത്തെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും ഇത് നമ്മളൊന്നും പൊതുസ്ഥലത്ത് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അതായത് നീ ആരുടെ ഉച്ചാടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അങ്ങോട്ടൊന്ന് കൊടുത്തപ്പോൾ. അല്ലാതെ അന്ന് ഒരു കോൺഗ്രസ് ഞാനെന്താ വലിയ അതിശയിച്ചെന്നൊക്കെ പറയുന്നത് ഇതാണ് നല്ല അതിശയം. അവർ നേതാക്കന്മാരാണ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതപ്പോൾ നിരന്തരമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ അത് പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളെ പാവം സുരേന്ദ്രനെ കണ്ടില്ലേ, സദാശിവ അവിടെ ചിത്രം ഇതാരാ ഈ തടിയനാരാന്ന് ചോദിച്ചത്. നിങ്ങളിതൊക്കെ പണ്ടും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ നിഷാദിൻ്റെ ഗം പോലുള്ള പ്രോഗ്രാംസൊക്കെ ഉള്ളതുകൊണ്ട് ഒക്കെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഔട്ടായെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനതൊക്കെ അദ്ദേഹത്തിന് മുമ്പ് തന്നെ തെക്കുള്ള ആളുകളെ പറ്റി വടക്കുള്ള ആളുകളെ പറ്റി പരാമർശം നടത്തിയിട്ടായിരുന്നു. ഇതൊക്കെ സാധാരണഗതിയിൽ ഹിപ്പോക്കാറ്റ്സ് ആയിട്ടുള്ള ആശയക്കാർ ഉള്ളിൽ പറയും, പുറത്ത് ചെയ്യാത്ത കാര്യങ്ങളാണ്. സുധാകരനോടുണ്ടായിരുന്ന ഉള്ളൊരു ബഹുമാനം, അല്ലെങ്കിൽ പിണറായി വിജയനോടൊക്കെ ഉള്ള ബഹുമാനം, ഇവർ അധികം ഹിപ്പോക്കാറ്റ്സ് അല്ല എന്നുള്ളതാണ്. ഇവരെന്താണ് എന്ന് അവർ കാണിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആ നെഹ്റു കോളേജിൽ പയ്യൻ അടിച്ചു എന്ന കേസിലായിരുന്നു.
അപ്പോൾ അതിന് കോംപ്രമൈസ് സുധാകരൻ പോയി. അപ്പോൾ ലീഗാകുമ്പോൾ സുധാകരൻ പോകാം. ഞാൻ സുധാകരനാണ്. അപ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ഞാൻ സംരക്ഷിക്കും. ഇത് സുധാകരൻ്റെ വാക്കാണ്. ഇങ്ങനെ സംഭവം ഇവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വൈറ്റും ഇട്ടിട്ട് ഈ പറഞ്ഞ അഭിനയിക്കുന്ന ആളുകളെക്കാട്ടും നല്ലത് ഇത്തരം ആളുകളാണ്. പിന്നെ വേറൊരു കാര്യം, പിന്നെ ആ നല്ല പ്രായത്തിൽ അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവരേണ്ടി എന്നുള്ളത്. അപ്പം പിണറായി വിജയൻ ആ സമയത്ത് പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയത്. അതായത് ഇപ്പോൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സതീശൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. സതീശൻ ഈ സഹോദരങ്ങളാണ്, അത് ബാലിയും സുഗ്രീവനുമാണോ ദുര്യോധനും ദുശാസനമാണോ എന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. അത് അവർ കോൺഗ്രസ്സുകാർ തീർക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഇവർ രണ്ടുപേരാണ് നിർത്തിയിരിക്കുന്നത്. ഹൈക്കമാൻഡ് എന്താ വലിയ ഔദാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ സതീശൻ നല്ല പാർലമെൻ്ററിയനാണ്, നന്നായിട്ട് പാർലമെൻറ്റ് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന നേതാവാണ്. സുധാകരനാണെങ്കിൽ നിങ്ങൾ സൗത്തിലേക്ക് വിട്, മലബാറിൽ ഒരു ഈ പാവപ്പെട്ട പ്രവർത്തകർക്ക് അടിയിട്ട് ഒരു ആപ്പാടെ വിളിക്കാനുള്ള പേര് സുധാകരേട്ടനാണ്. മുമ്പ് രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു ഒന്ന് കണ്ണൂർ. അതിനുശേഷം ഞാനൊരുത്തരെയും കണ്ടില്ല തട്ടിയും മുട്ടി നോക്കിയിട്ടും 8 വിളിച്ചിട്ട് അഭയം ഭാവിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് സുധാകരനെ കൊണ്ടല്ല, പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല. കാരണം അതിലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ലീഗിൻ്റെ കാര്യം, ലീഗ് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ 5 വർഷം കഴിഞ്ഞാൽ മാരാജി ഭവനിൽ മിക്കവാറും ഒരു എന്താ ഫ്രെയിം ചെയ്ത ഒരു ആപ്തവാക്യം നമ്മൾ കാണേണ്ടതായിട്ട് വരും. ലീഗ് ഈ വീടിൻ്റെ ഐശ്വര്യം. അതാണ് അതിൻ്റെ ഒരു കാര്യം. അതാണ് ലീഗ് കളിക്കുന്നത്. ലീഗിന് ഇപ്പോഴും കളവും കാര്യവും മനസ്സിലായിട്ടില്ല. അവരെ ചുറ്റും ഇന്നലെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതി പുലർത്തുന്ന ഒരു ചാനലിൽ ഒരു എഡിറ്റോറിയൽ ബോർഡ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കാര്യമാണ് ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് കഴിവ് തെളിയിക്കണം. അതാണ് ഇന്ന് നമ്മൾ ചില ലീഗിൻ്റെ നേതാക്കന്മാർ ഉള്ളിൽ പറഞ്ഞു എന്ന് പുറത്ത് കേട്ടത്. ഞാൻ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലീഗിന് സംസ്ഥയിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾക്ക് പിന്നീട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ ലീഗ് ആകുന്നതിന് മുമ്പേ നമ്മളൊക്കെ എതിർത്തിരുന്ന വേറൊരു ലീഗ് ഉണ്ടായി, ജിന്നയുടെ ലീഗ്. ഇവർ പണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് അന്നും ജയിച്ചിട്ടുണ്ട്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മൂസാസായിട്ട് ജയിച്ചിട്ടുണ്ട്, നീലഗിരി കോൺസ്റ്റിറ്റ്യുവൻസി എന്നൊന്ന്. അദ്ദേഹക്കാണ് ഇവിടുത്തെ ജിന്നയുടെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക. എന്നിട്ട് അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാകിസ്ഥാൻ വിഭജനം വന്ന സമയത്ത് അയാൾ അവിടെ പോയിട്ട് മന്ത്രിയായി. മനസ്സിലായോ? അന്ന് ഈ പാവങ്ങൾ ഇവിടെ പറ്റിച്ചു പോയതാണ്. അതിനുശേഷമാണ് ഇവർ തിരിച്ചായി ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനം ഉണ്ടായിരിക്കുന്നത്. അന്ന് അപ്പം പയ്യാറിൻ്റെ ലീഡർഷിപ്പ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതേ ഉള്ളൂ. അതിനുശേഷം ഇവർ മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞുകൂടിയതാണ്. ഇവരാരും അടുപ്പിക്കില്ലായിരുന്നു. കാരണം ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ BJP-നെ അല്ലെങ്കിൽ മോഡീനെ RSS-നെ വെക്കുന്നത്, അതേപോലെ വെറുത്തുകൊണ്ടിരുന്ന അവിടെ. ആ സമയത്ത് കോൺഗ്രസും CPM ഒക്കെ ആണ്. CPM ഒന്നും ആദ്യം മന്ത്രിസഭ കൊണ്ട്, കോൺഗ്രസ്സാണ് ആദ്യം സ്പീക്കർ സ്ഥാനം ഒറ്റ കൊടുത്തത്. അങ്ങനെ ഇവരെ കൊണ്ടുവന്നത്. ഇപ്പം വന്ന് ഈ അധികാരമൊക്കെ കിട്ടി ലീഡറൊക്കെ സപ്പോർട്ട് ചെയ്താണ് ഈ രീതിയിലൊരു ആക്സെപ്റ്റൻസ് കണ്ട് തൊട്ടുകൂടാൻ പറ്റാത്ത പാർട്ടിയായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും വേണം. എനിക്കും ലീഗിനെ ഭയങ്കര ബഹുമാനം അപ്പോഴത്തെ ലീഗിന്. പക്ഷേ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ കാലഘട്ടം ശിഹാബ് തങ്ങളായിരുന്നു. ആബോയി മസ്ജിദ് പള്ളി വിളിച്ചപ്പം നമ്മൾ പറഞ്ഞു അനങ്ങരുതെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇവിടെ സെക്യുലർ സംസ്കാരത്തെ അങ്ങനെ നിലനിർത്തി കോൺഗ്രസ് പിന്നെ ഈ രീതിയിൽ UDF-ന് നിലനിർത്തിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ലീഗായിരുന്നു. ഇപ്പം വന്നിട്ട് ഒറ്റക്കാലം അങ്ങോട്ട് നിൽക്കാം, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു ഈ തീവ്ര ചിന്താഗതിക്കാരുടെ തെറ്റിദ്ധാരണ കൊണ്ട് അവരുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾ മൂലം ലീഗിന് തോന്നി തുടങ്ങിയാൽ ഇവിടെ കോൺഗ്രസ് ഉണ്ടാവുകയല്ല, ലീഗിന് ഒറ്റയ്ക്ക് നിൽക്കാനും പറ്റും. അപ്പോൾ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ അവസ്ഥ എന്തായിരിക്കും നോക്കണം. അഫ്ഗാനിസ്ഥാൻ ഇതല്ല, കോൺടാക്ട് ഇതല്ലെങ്കിൽ പോലും ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മുസ്ലിം സമൂഹങ്ങളൊന്നായിരുന്നു. ഈ റഷ്യൻ ആക്രമണം അതിനുശേഷം താലിബാനും വന്നതിന് ശേഷം ഉണ്ടല്ലോ, 6-ാം നൂറ്റാണ്ടിലാണ് അവർ ജീവിക്കുന്നത്. ഇങ്ങനെ ചരിത്രത്തിൽ പിന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലാക്കിയാൽ കൊള്ളാം. ശരി, തിരിച്ചു വരാം. ശ്രീ ആനന്ദ് കൊച്ചുകുടി, നമ്മൾ ഈ സാന്ദർഭികമായി ഫക്രുദ്ദീൻ അലി ലീഗിനെ കുറിച്ച് പറഞ്ഞാണ്. കാരണം ഞാനതൊന്ന് പരാമർശിച്ചിരുന്നു. മറ്റൊന്നുമല്ല, ലീഗ് വലിയ സമ്മർദ്ദ ശക്തിയായി UDF-ൽ നിൽക്കുമ്പോഴാണ് ഈ തമ്മിലടിക്കുന്ന നേതാക്കൾ അത് പരസ്യമാകുന്നത്. തമ്മിലടിയൊന്നും ചെറുതല്ല. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ ശോഭ കെടുത്തിയത്, വലിയ വിജയത്തിൻ്റെ ശോഭ കെടുത്തിയത് പരസ്യമായുള്ള മൈക്കിന് വേണ്ടിയുള്ള കടിപിടിയായിരുന്നു. ആരാധ്യം എന്നുള്ള ഒരു തർക്കം നമ്മൾ ലൈവായി കണ്ടതാണ്, പ്രേക്ഷകരെ ഈ ആളുകളൊക്കെ കണ്ടതാണ്. അതിനുശേഷമാണ് ഇതൊന്ന് പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് വീണ്ടും സമാനമായ സംഭവം. സുധാകരൻ്റെ പരാമർശത്തിൽ സതീശൻ പിണങ്ങി, രാജ്യഭീഷണി മുഴക്കി, അവിടെ KC വേണുഗോപാൽ ഇടപെട്ടു, M. ലിജു ഇടപെട്ടു, ഒടുവിൽ സമവായമെത്തി. ഇരുവരെയും ഒരുമിച്ച് വാർത്താസമ്മേളനത്തിന് വിളിച്ചു. പക്ഷേ ഇരുവരും ഒരുമിച്ച് വാർത്താസമ്മേളനം തയ്യാറായില്ല. രണ്ടുപേരും പ്രത്യേകം മാധ്യമങ്ങളെ കണ്ട് ഞങ്ങൾ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ഈ പ്രശ്നം തീരുമോ? അതുകൊണ്ട് ഈ പ്രശ്നം തീരില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ്സിന് വലിയൊരു പ്രശ്നത്തിലാണ് കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു പോംവഴി
എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു പോംവഴി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ണൂർ സീറ്റ് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ 2 കാരണങ്ങൾ കൊണ്ട് കണ്ണൂർ സുധാകരനെ തന്നെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിക്കുന്നുണ്ട്. ഒന്ന്, ലീഗിന്റെ ഈ സമ്മർദ്ദ ശക്തി. 2, കോൺഗ്രസിന് കണ്ണൂരിൽ ജയിക്കാൻ പറ്റുന്ന വേറൊരു സ്ഥാനാർത്ഥിയില്ല. 7-8 പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അത് ആരും ജയിക്കുക പോയിട്ട് ഒരു നല്ല സ്ഥാനാർത്ഥി എന്ന് പോലും പറയാനില്ല. മൂന്നാമത്തെ ഒരു കാരണം ഇന്നുണ്ടായ കാരണമാണ് ഞാൻ പറയുന്ന കാരണം. അതായത് ഈ സുധാകരൻ ഇവിടെ 5 വർഷം PCC അധ്യക്ഷനായിട്ട് തുടരും എന്നാണ് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 2026 വരെ ഈ ഒരു ഓർമ്മശക്തിയും ഈ ആരോഗ്യസ്ഥിതിയും വെച്ച് അദ്ദേഹം PCC അധ്യക്ഷനായിട്ടിരുന്നാൽ കോൺഗ്രസിന്റെ ഗതി എന്താകും ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം തന്നെ ഇദ്ദേഹം ഈ 2 വർഷം കൊണ്ട് കോൺഗ്രസിനെ പരമാവധി കുഴിയിൽ ചാടിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും പൊളിറ്റിക്കലി ഇൻകറക്റ്റ്, കാലോചിതമായിട്ട് കാലഹരണപ്പെട്ട പ്രയോഗങ്ങൾ നടത്തുന്ന ഒരാളാണ് ഈ കെ സുധാകരൻ. ഇപ്പോൾ പിണറായിയെ കെ സുധാകരൻ തമ്മിലൊരു താരതമ്യം നടത്തിയാൽ രണ്ടുപേരും ഒരേ അംഗത്തട്ടിൽ നിന്ന് വരുന്ന തലശ്ശേരിയിൽ ബ്രണ്ണൻ കോളേജിൽ ഇവരുടെ പഴയ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. പിണറായി അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം പറയുകയുള്ളൂ. അദ്ദേഹം ഒരു തെറി പറയുകയാണെങ്കിൽ പോലും അദ്ദേഹം കരുതി കൂട്ടിയാണ് തെറി പറയുന്നത്. കുലം കുത്തിയെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഉള്ളിൽ വളരെ പ്ലാൻ ചെയ്ത് കരുതി കൂട്ടി പറയുന്നതാണ് അദ്ദേഹം കുലംകുത്തി വീണ്ടും കുലംകുത്തി എന്ന് പറയുമ്പോഴും അതും അദ്ദേഹം പറയുന്നതാണ്. അല്ലാതെ അദ്ദേഹം ദേഷ്യത്തിൽ പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ നിലവിട്ട് പറയുന്നതല്ല. അല്ലെങ്കിൽ അദ്ദേഹം പരനാറി, NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടി ഒരു ചിരിയൊക്കെ പാസ്സാക്കി ഓർക്കുന്നുണ്ട് ആ പ്രസംഗം. അപ്പോൾ അതുപോലെ അദ്ദേഹം പറയുന്നതാണ്. പക്ഷേ കെ സുധാകരനും അദ്ദേഹത്തിന് കൺട്രോൾ വിട്ടുപോകും. അദ്ദേഹത്തിന് പറയാൻ എന്താണ് അദ്ദേഹം പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അത് ഇപ്പോഴല്ല, പണ്ട് തൊട്ടേ എങ്ങനെയാണ്. നമ്മളിപ്പോൾ അത് പച്ച മനുഷ്യരാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അതിനെ വേറെ തരത്തിൽ ഡിഫെൻഡ് ചെയ്യാം. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് പച്ച മനുഷ്യരാകാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയക്കാർക്ക് ബൈ ഡെഫിനിഷൻ അവർ അഭിനയിക്കണം, അവർ ചിരിച്ചു കാണിക്കണം, കൈകൂപ്പി നിൽക്കണം, വോട്ടർമാരോട് പോയിട്ട് നിങ്ങൾക്ക് ഞാൻ ആദിച്ച തരും ഇത് തരുമെന്ന് വ്യാജമായിട്ടും പൊള്ളയായിട്ടും സത്യമായിട്ടും ഒക്കെ എല്ലാ തരത്തിലുള്ള വാഗ്ദാനവും കൊടുക്കണം. അങ്ങനെ ചെയ്യാത്ത ആൾക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പോൾ പച്ച മനുഷ്യർക്ക് വേണമെങ്കിൽ ഇതുപോലെ ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് സംസാരിക്കാം. പക്ഷേ ഈ രാഷ്ട്രീയക്കാരാകുമ്പോൾ കുറച്ച് അഭിനയമൊക്കെ വശം വേണം. അപ്പോൾ ഈ കെ സുധാകരനെ ഇങ്ങനെ അദ്ദേഹത്തിന് KPCC അധ്യക്ഷനായിട്ട് 5 കൊല്ലം തുടരാൻ അനുവദിച്ചാൽ കോൺഗ്രസ് ഇവിടെ കുഴിച്ച് മൂടേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ണൂർ സീറ്റിൽ മത്സരിപ്പിച്ച് അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം കണ്ണൂർ MP ആയി മാറും വീണ്ടും. അപ്പോൾ പിന്നെ KC വേണുഗോപാലിന് അദ്ദേഹം കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണ് KC വേണുഗോപാൽ ഇവിടെ KPCC അധ്യക്ഷനായിട്ട് വരണമെന്ന്. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് വരാം, അല്ലെങ്കിൽ കോൺഗ്രസിൽ ഇനിയിപ്പോൾ K മുരളീധരനെ പോലെയുള്ള ആൾക്കാരൊക്കെ KPCC അധ്യക്ഷനാകണം എന്ന് വീണ്ടും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ തന്നെ ഭൈമി കാമുകന്മാർ കോൺഗ്രസിൽ കുറവൊന്നുമില്ല. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ടും നോക്കിയിരിക്കുന്ന ആൾക്കാർ. അങ്ങനെ ആർക്കെങ്കിലും വരാനുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ കെ സുധാകരൻ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ കുറ്റം ആണ് ഞാൻ പറയുള്ളൂ. കാരണം ഇതുപോലെയൊക്കെ ഒരു പാർട്ടിയെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇപ്പോൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നത്, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്തു വന്നത്. അതിൽ പലരും സതീശനെയാണ് കുറ്റപ്പെടുത്തിയത്. കാരണം സതീശൻ ആണ് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഒരു KPCC അധ്യക്ഷനെ മാനിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സതീശനാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അടി വാങ്ങിച്ചത്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ സുധാകരനെ തന്നെയാണ് ആൾക്കാർ കുറ്റം പറയുകയുള്ളൂ. അത് അദ്ദേഹം പച്ച മനുഷ്യനാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നോ ഒക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. അത് ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോയി വന്നിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെ അദ്ദേഹം പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ആയിരിക്കില്ലല്ലോ അദ്ദേഹം പെരുമാറുന്നത്. പണ്ട് അദ്ദേഹം ഇങ്ങനെ ഇതുപോലെയുള്ള നിയന്ത്രണം വിട്ട വാക്കുകളൊക്കെ ഇങ്ങനെ മൈക്കിൻ്റെ മുന്നിൽ വിളിച്ചു പറയുന്ന സന്ദർഭങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ പത്രസമ്മേളനങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഏത് പത്രസമ്മേളനത്തിലും ഒരു വശത്ത് ലിജുവും ഒരു വശത്ത് ജയന്തും ഒരു വശത്ത് അങ്ങനെ ആൾക്കാർ ഇരുന്ന് ഇദ്ദേഹത്തിന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവില്ല ചില വാക്കുകൾ, ചില പേരുകൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ എന്തായാലും അദ്ദേഹത്തിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഈ സുധാകരൻ ഒരു പച്ച മനുഷ്യനാണ്. നേരത്തെയും പല വിധത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആയിരുന്നു. അദ്ദേഹം തുറന്നു പറയുന്ന ഒരാളാണ്. ഇവിടെ അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ മാധ്യമപ്രവർത്തകരെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിർത്തിയപ്പോൾ, കാരണം YMCയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സതീശൻ പോയി ഒരു അരമണിക്കൂറോളം മാധ്യമങ്ങൾക്ക് ഈ പറഞ്ഞ് വെച്ചതിനേക്കാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായി പ്രകടമാക്കിയ ഒരു നീരസം എന്നതിനപ്പുറം സുധാകരനെ പോലെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെ ഇത്ര വലിയ ഗൗരവമായി എടുക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കൂടി കോൺഗ്രസിൽ നിന്നും ചില ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് നേതാക്കളിൽ നിന്ന് അത്രയൊരു അഭിപ്രായം ഉയരാൻ ഇടയില്ല എന്നാണ് രഞ്ജിത്ത് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ ഈ
കെ സുധാകരന്റെ ഒരു പതിവ് രീതിയാണിത്. യാദൃച്ഛികമായി പുതുപ്പള്ളിലോ അതിലും യാദൃച്ഛികമായി ഇന്ന് ആലപ്പുഴയിലോ സംഭവിച്ച ഒരു നാക്കുപിഴയായിട്ട് കരുതുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ നിഷ്കളങ്കതയെ ഞാൻ സവിനയം നിരാകരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും ഇക്കാര്യത്തിൽ. കാരണം സുധാകരൻ അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ അടയാളപ്പെടുത്തുന്നത്. എക്കാലവും അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞ കുറെ കാലമായിട്ടുണ്ടായിരുന്ന വളരെ രാഷ്ട്രീയ പ്രവർത്തന രീതികളും ചരിത്രത്തിലും ആൾക്കാരോടുള്ള പെരുമാറ്റത്തിലും ഒക്കെ ഉള്ളത് നേതാക്കളോട്, സ്വന്തം നേതാക്കളോട് കാണിക്കാൻ തുടങ്ങുന്ന അടുത്ത കാലത്താണ്. അതിന് നമ്മൾ പറയില്ലേ, ഈ പരനിന്ദ അല്ലെങ്കിൽ പരപുച്ഛം എന്ന് പറയുന്ന ആ ഒരു പരനിന്ദയാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിലും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് കാണിച്ചത്. അത് കേവലം കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് തണുപ്പിക്കാനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് എന്താണെന്ന് നോക്കിയാൽ രാവിലെ 10 മണിക്കാണ് DCC ഓഫീസിൽ നിന്ന് വാർത്താ സമ്മേളനം. 10 മണിന്നാണ് സമയം പറയുന്നത്. 10:15 വാർത്താലേഖരെല്ലാം അവിടെ എത്തുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് സുധാകരൻ വരുന്നു. 10:45 VD സതീശനെ കാണുന്നില്ല. അപ്പോഴാണ് പുള്ളി ഇതിങ്ങനെ പറയുന്നത്. DCC പ്രസിഡന്റ് ബാബു പ്രസാദിനോടാണ് ചോദിക്കുന്നത്, എന്തിയെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മായിൽ തുടങ്ങുന്ന ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ഒരു സാധാരണ തരപ്രയോഗം എന്ന് അദ്ദേഹം പറഞ്ഞ സാധാരണ എന്നാണല്ലോ. ഞാൻ അങ്ങനെയല്ല കാണുന്നതെന്നാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു വരുന്നത്. സതീശൻ പറഞ്ഞത്, ഞങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചത്, നിങ്ങളുടെ ക്യാമറമാൻ ഇങ്ങനെ ഒരു അരമണിക്കൂർ വൈകിയാൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ വരാൻ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ വാക്ക് ഉപയോഗിക്കില്ലേ? അങ്ങ് വിചാരിച്ചാൽ മതി. സ്വാഭാവികമായ ഒരു വാക്കാണത്. അതിനപ്പുറത്ത് മറ്റൊരല്ലോ ഇത് അങ്ങനെ സ്വാഭാവികം എന്ന് പറയുമ്പോ ഈ സർക്കാരിനെതിരെയുള്ള സമരാഗ്നിയാണ് ഇവർ നയിച്ചുകൊണ്ട് വന്നത് ആലപ്പുഴ വരെ. ഇന്നലെ ഇന്ന് രാവിലെ കല്യാണി ഓഡിറ്റോറിയത്തിലാണ് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്. പക്ഷേ സ്വന്തം നേതാവ്, പ്രത്യേകിച്ചും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവിനോട് ക്ഷോഭാഗ്നി പ്രകടിപ്പിക്കുന്ന KPCC പ്രസിഡന്റിനെയാണ് ഇന്ന് നമ്മൾ ആ പദപ്രയോഗത്തിലൂടെ കാണുന്നത്. അത് യാദൃച്ഛികമല്ല എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് പുതുപ്പള്ളി ആയിരുന്നല്ലോ. എല്ലാവരും കണ്ടത്, ഇപ്പൊ പലരും പറഞ്ഞതുമാണല്ലോ ഇവിടെ. അപ്പൊ അതുണ്ട്, അത് ചെയ്തു പോരുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ ഈ ഒരു രീതി എന്ന് പറയുന്നത് ഒട്ടും പുതിയതായിട്ട് വരുന്നതല്ല. സഹജമായ അദ്ദേഹത്തിന്റെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. അതിപ്പോ എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നൊക്കെ അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു സംഗതി വരുന്നത് എന്താണെന്നറിയാമോ? ഇദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ള പ്രശ്നം കോൺഗ്രസിൽ പല നേതാക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്നുണ്ട്, എപ്പോഴും ഉണ്ട്. അതുണ്ട്. അപ്പോ എന്താണ് ചെയ്യാൻ കഴിയുക? ഇപ്പൊ ലീഗ് കണ്ണൂർ സീറ്റ് ചോദിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞത് എന്നോട് എനിക്ക് വിയോജിപ്പാണ് കേട്ടോ. ലീഗ് കണ്ണൂർ സീറ്റ് ചോദിക്കുന്നില്ല വാസ്തവത്തിൽ. പക്ഷെ വയനാടും കോഴിക്കോടും ഇപ്പൊ ആലപ്പുഴക്കാർ ഇപ്പം ന്യൂസ് 8 സ്ക്രോൾ ചെയ്ത് വരുന്നുണ്ടല്ലോ. ആലപ്പുഴയൊക്കെ ചോദിക്കുന്നുണ്ട് അവര്, അത് വേറെ കാര്യം. പക്ഷേ കണ്ണൂർ ചോദിക്കുന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിർത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റ് വീണ്ടും മത്സരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനം മാറണ്ടേ, ഒഴിയണ്ടേ, വേണ്ടി വരുമല്ലോ. അപ്പൊ എന്താണ്, ഈ മുൻ KPCC പ്രസിഡന്റുമാരെ വീണ്ടും PCC പ്രസിഡന്റായിട്ട് AICC നിശ്ചയിക്കില്ല. അത് കോൺഗ്രസിന്റെ രീതിയാണ്. അതുകൊണ്ട് തന്നെ K മുരളീധരനും വേറൊരു അവസരം കൊടുക്കാൻ കഴിയില്ല. രമേശ് ചെന്നിത്തലയുണ്ടല്ലോ അതിലും മിടുക്കനായിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് മുൻ PCC പ്രസിഡന്റുമാരെ വീണ്ടും പ്രസിഡന്റായിട്ട് വാഴിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് ടൈം ആയിരിക്കണം, ഒരു ടൈമിന് തുടർച്ചയായിട്ട് അടുത്ത ടൈം. അതല്ലാതെ മാറിക്കഴിഞ്ഞിട്ട് വീണ്ടും ഒരാളെ വാഴിക്കാൻ പറ്റില്ല. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വരുന്ന എന്താണെന്നറിയാമോ? ഇത് ഈ താഴെ തട്ടിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അതുകൊണ്ടാണല്ലോ ഉച്ച കഴിഞ്ഞ് റമദാ ഹോട്ടൽ, അവർ ഇന്നലെ തങ്ങിയ റമദാ ഹോട്ടലിലായിരുന്നു. ഉച്ച കഴിഞ്ഞ് വീണ്ടും വാർത്താലേഖരെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് K സുധാകരനും അദ്ദേഹം ജ്യേഷ്ഠാനുജന്മാരാണ് തമ്മിൽ എന്ന് VD സതീശനും വീണ്ടും പറഞ്ഞ് പിന്നെ പത്തനംതിട്ടയ്ക്ക് പിരിയുകയാണ്. പത്തനംതിട്ട ചെന്നിട്ട് എന്തായി ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഏതായാലും ആലപ്പുഴ എപ്പിസോഡ് ഇത്രയും കാര്യങ്ങളാണ് രാവിലെ മുതൽ ഉച്ച കഴിഞ്ഞ് 2-2:30 വരെ ഉള്ള സമയത്ത് ഇടയ്ക്ക് ഉണ്ടാവുന്നത്. ഇതാണ് ഇന്ന് സംഭവിച്ചത്. ശരി, ശ്രീ ശ്രീകുമാർ മണിയിൽ ഇവിടെ ഇന്നിപ്പോൾ DYFI ഒക്കെ നാളെ പത്തനംതിട്ടയിലേക്ക് യാത്ര, സമരാഗ്നി, ശ്രീ ശേഷന്ദ്രൻ സാറ് പറഞ്ഞ പോലെ ശോഭാഗ്നിയായി മാറിയ ഒരു സമരാഗ്നി യാത്ര അത് കടക്കുകയാണ്. അവിടെ DYFIയുടെ ഒക്കെ പോസ്റ്റർ അവർ സതീഷിനെ കളിയായിക്കൊണ്ട് ഇറക്കി. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചു കീറി. ഇത് കാലങ്ങളായി നമ്മൾ ഈ തുടക്കം മുതൽ തന്നെ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഈഗോ ക്ലാഷ് അത് ആ തലത്തിൽ നിലനിന്നിരുന്നു.
അത് പരിഹരിക്കാനുള്ള ശ്രമം നേതൃതലത്തിൽ ഉണ്ടായില്ല, അല്ല ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതിപ്പോഴും തുടരുന്നു. അത് പല സന്ദർഭങ്ങളിലും ഇതുപോലെ യാദർച്ഛികമായി പുറത്തു വരുന്നു. അങ്ങനെ കണ്ടാൽ മതിയോ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല നേതാക്കന്മാരെയും മാറ്റി നിർത്തി ഇവർ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകട്ടെ എന്നുള്ള അമിത ആത്മവിശ്വാസം ഹൈക്കമാൻഡിൽ ഉണ്ടായത് കൂടി ഇതിനുള്ളൊരു കാരണമായി മാറുന്നുണ്ടോ? ആ ആത്മവിശ്വാസമാണോ ഇപ്പോൾ വിനയായത്? അല്ല രഞ്ജിത്ത്, ഈ ഒരു കോൺഗ്രസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട്, പാർട്ടിയുടെ രീതി അനുസരിച്ചിട്ട് രണ്ടുപേരെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ അവർ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, മറ്റൊരു ഇടപെടലും ഉണ്ടാകാതിരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് പലപ്പോഴും ആഗ്രഹിക്കുന്നതും എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യുന്നത് അത് തന്നെ. നേരത്തെ ഉമ്മൻചാണ്ടി രമേശിനെയും അവർ പാർട്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവർ നയിച്ചു കൊണ്ടുപോകട്ടെ, എന്താണെന്നുള്ളത് അവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അവർ ഏൽപ്പിച്ചു കൊടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡ് അങ്ങനെ നോക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ രീതി. ഇപ്പോൾ ഇവരുടെ കാര്യത്തിലും പുതിയൊരു നേതൃത്വത്തെ ഏൽപ്പിക്കുമ്പോൾ, വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ അവർ ചെയ്യട്ടെ എന്നുള്ള രീതി എടുക്കും. അതാണ് അവർക്ക് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കും. അതാണ് അതിൻ്റെ രീതി. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ സ്പർദ്ധ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഐക്യരൂപ്യമില്ലായ്മ, ഏകോപനമില്ലായ്മ, ഇഴയെടുപ്പമില്ലായ്മ ഹൈക്കമാൻഡ് ഇടപെട്ട് നേരത്തെ തന്നെ പരിഹരിക്കണമായിരുന്നു. നേരത്തെയൊക്കെ പലപ്പോഴും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ കരുണാകരനും ആന്റണിക്ക് തമ്മിലുള്ള വിഷയങ്ങൾ പലപ്പോഴും ഹൈക്കമാൻഡിൻ്റെ കേരളത്തിലെ AICC ജനറൽ സെക്രട്ടറി ഇടപെട്ട് അത് പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഇവർക്കുള്ള പരാതികൾ അദ്ദേഹത്തിന് മുമ്പിൽ പറയുകയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും പബ്ലിക് ഡൊമൈനിലേക്ക് അത് വരാറില്ല. ഗ്രൂപ്പ് വഴക്കൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഭാഷയൊന്നും അവരാരും ഉപയോഗിക്കാറുമില്ല, അത് വേറെ കാര്യം. എന്നാലും അങ്ങനെ ഒരു വരാറില്ല. പക്ഷെ ഇവിടെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുണ്ടായ ചെറിയൊരു വീഴ്ച എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഇഴയെടുപ്പമില്ലായ്മ, ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിടുകയാണ് ചെയ്തത്. അത് ഹൈക്കമാൻഡിന് പറ്റിയ ചെറിയൊരു പാളിച്ചയാണ്. കാരണം അങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇടപെടും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ കേരളത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സീറ്റാണ് കേരളത്തിലാണ്. അപ്പോൾ ഉടൻ തന്നെ ഹൈക്കമാൻഡ് ഇടപെട്ട് ഇവർ തമ്മിലുള്ള ഐക്യരൂപ്യമില്ലായ്മ, അഭിപ്രായ ഐക്യമില്ലായ്മ പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അത് ഇപ്പോൾ അവർ 2 വർഷം കഴിഞ്ഞു. ഒരാൾ PCC പ്രസിഡന്റ്, മറ്റേ CLP ലീഡറായിട്ട്. ഇത്രയും വർഷം ഇടയ്ക്ക് പലപ്പോഴും ഇവർ തമ്മിലുള്ള ഒരു അടുപ്പമില്ലായ്മ, ഐക്യരൂപ്യമില്ലായ്മ പുറത്തു വന്നിട്ടുള്ള കൂടിയുള്ളതാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ട് കൃത്യമായിട്ട് ശാസിക്കുകയും കൃത്യമായിട്ട് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ പൊതുജനങ്ങളുടെ മുമ്പിലും പാർട്ടി പ്രവർത്തനങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടാവരുത്, നിങ്ങൾ ഒരുമിച്ച് പോകണം എന്ന്. പക്ഷെ അത് പറയാനുള്ള ഒരു മനസ്സ് ഹൈക്കമാൻഡ് കാണിച്ചില്ല. പിന്നെ സുധാകരന് സതീശനെ ശാസിക്കാനോ ക്ഷോഭിക്കാനോ സാധിക്കും. കാരണം വെച്ചാൽ പാർട്ടിയുടെ ചട്ടക്കൂട് അനുസരിച്ച് KPCC അധ്യക്ഷന് അത്തരത്തിലുള്ള അധികാരങ്ങൾ അതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ അത് അദ്ദേഹം ഉപയോഗിച്ച ഭാഷ, പ്രത്യേകിച്ച് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച്, പ്രത്യേകിച്ച് നാളെ UDFൻ്റെ യോഗത്തിൽ ലീഗ് തങ്ങളുടെ 3ാം സീറ്റിൻ്റെ ആവശ്യം കൂടുതൽ ശക്തിയായിട്ട് ഉന്നയിക്കുകയാണ്. അപ്പോൾ അത് പരിഹരിക്കേണ്ട സമയം, അത് ഇവർ രണ്ടുപേരും കൂടി ഇരുന്നാൽ പരിഹരിക്കേണ്ടത്. സതീശനും സുധാകരനും കൂടി ഇരുന്നാണ് ലീഗിനെ സെറ്റിൽ ചെയ്യേണ്ടത്. പക്ഷേ അവർ തമ്മിൽ ഇപ്പോൾ നേരത്തെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ ലീഗിൻ്റെ കാര്യം ആരും പരിഹരിക്കും? അപ്പോൾ ലീഗ് പറഞ്ഞതിന് കാര്യമുണ്ട്. കാരണം ഞങ്ങളുടെ ഇത് കേൾക്കാൻ ആരുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ടിട്ട് ഇവരുടെ ഇടയ്ക്കുള്ള ഈ അഭിപ്രായ വ്യത്യാസം, അഭിപ്രായ ഐക്യമില്ലായ്മ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഹൈക്കമാൻഡ് തന്ത്രപരമായിട്ട് കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുകയും ഇത് വഷളാകണമെങ്കിൽ വഷളാകട്ടെ എന്നുള്ള ധാരണ ഹൈക്കമാൻഡിലെ ചില നേതാക്കൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതൊരിക്കലും കേരളത്തിലുള്ള മുന്നോട്ട് പോക്കിന് അത്ര സുഖകരമാവില്ല. എന്തൊക്കെ ആഗ്രഹമുള്ളവരാണ് ഹൈക്കമാൻഡിലുള്ളതെങ്കിലും പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ രണ്ടുപേരും, കാരണം പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരം മുതലെടുക്കേണ്ട ഏറ്റവും മികച്ച അവസരത്തിൽ ഇവർ രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞു പോകുന്നത്, ജനങ്ങളുടെ മുമ്പിൽ പോലും പരസ്പരം സംസാരിക്കാൻ പറ്റാത്ത ടോക്കിംഗ് ടേംസ് ഇല്ലാത്ത ആൾക്കാരായി മാറുന്നത് വളരെ ദുരന്തമാണ് ഈ പാർട്ടിക്ക് ഇവിടെ ഉണ്ടാക്കാൻ. നമ്മൾ നേരത്തെ ഫക്രുദ്ദീൻ അലി പറഞ്ഞ ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അത് ലീഗിൻ്റെ 3ാം സീറ്റാണ്. അതിൽ തർക്കം നടക്കുകയാണ്. കാരണം അതും ഒരു വല്ലാത്ത തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ആദ്യമൊക്കെ ലീഗ് ഈ സീറ്റ് ആവശ്യപ്പെടും, പിന്നീട് വളരെ പെട്ടെന്ന് ഇത് പുറകോട്ട് പോകും. ഇത്തവണ അത് അങ്ങനെ അവസാനിക്കുമെന്ന് കണ്ടറിയണം. കാരണം അതിൻ്റെ തലം മാറിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ ഇന്നൊരു പരാമർശം നടത്തി. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകാം. തികച്ചും ന്യായമായിട്ടുള്ളതാണ്. അതും വളരെ പരിമിതമായിട്ടുള്ളതും വളരെ വിനയാന്വിതമായിട്ടുള്ളതുമായ ഒരു അഭ്യർത്ഥനയാണ് അവർ. രാഷ്ട്രീയമായും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വരുന്ന വികാരം അവരെ അങ്ങേറ്റം അവഗണിച്ച് ഒന്നുമല്ലാതാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നയങ്ങളോട് ശക്തമായ എതിർപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഇവിടെ ജയിച്ചു വരണമെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടണമെങ്കിൽ പോലും ലീഗ് ഉണ്ടായാലേ കിട്ടൂ. ലീഗ് ഇല്ലെങ്കിൽ ഒരു സീറ്റിലും ജയിച്ചു വരാൻ സാധിക്കില്ല അവർക്ക്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്നുള്ളതിനേക്കാളും എത്രയോ മെച്ചപ്പെട്ട സീറ്റുകൾ ലീഗിന് ലഭിക്കും. ശ്രീ ഫക്രുദ്ദീൻ അലി,
അവസരം കാത്തിരിക്കുകയാണ് അപ്പുറത്ത്. കേരള കോൺഗ്രസിനെ ഇപ്പുറത്തെത്തിച്ചു, ലീഗിനെ വർഗീയ കക്ഷി എന്ന് പറഞ്ഞവർ കുറേ നാളായി ഇങ്ങോട്ടേക്ക് മാടി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതും ഒരു വലിയ അവസരമായി കാണുന്നു. അങ്ങനെയുള്ള ഒരുപാട് ശത്രുക്കൾ അവിടെ ഇടപെടാൻ കാത്തു നിൽക്കുമ്പോഴാണ് ഇവിടെ പരസ്പരമുള്ള തമ്മിലടി. നേരത്തെ ശ്രീ ജയതൻ സാർ പറഞ്ഞ ഒന്നുകൂടെ ഓർക്കുക, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, സമരാഗ്നി ശോഭാഗ്നിയാക്കി മാറ്റുന്നത്. എൻ്റെ രാഷ്ട്രീയം പറഞ്ഞാൽ കാപിട്ടത്തിൻ്റെ കല എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിൽ വന്ന ഒരാളാണ്. ഞാൻ എൻ്റെ 2-3 ജനറേഷൻ അങ്ങനെ കാപിട്ടം കണ്ടു. അവരൊക്കെ സാധാരണക്കാരെ മനുഷ്യരുടെ ജീവിച്ച് അവരുടെ ലോക്കൽ സാധാരണ നേതാക്കന്മാരായി വന്ന ആളുകളാണ്. അങ്ങനെ കാപിട്ടത്തിൻ്റെ കലമായി രാഷ്ട്രീയത്തെ കണ്ട ആളുകളാണ് ഇത് കേരളത്തിൽ യന്ത്രത്തിലൊക്കെ ഇന്നിപ്പം ചൊറി കുത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജനങ്ങളുടെ ഭാഷ സംസാരിക്കുകയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയും അത് പരമാവധി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ മര്യാദയ്ക്ക് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഇന്ന് ഭരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. മറ്റേതുപോലെയുള്ള ശീതീകരിച്ച റൂമിൽ നിന്ന് വലിയ സംസാരക്കാണ്. ശീതീകരിച്ച റൂമിൽ നിന്ന് പച്ച മനുഷ്യനാകാൻ പറ്റില്ല. അതിനൊരു മിനിമം ഡെക്കോറുണ്ട് അല്ലേ? ആ ഡെക്കോറം കീപ്പ് ചെയ്ത് രഞ്ജിത്ത് കയത്തിന് പിടിച്ച് പുറത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സംഭവം. മറ്റിടത്തിൽ അതല്ല, ജനങ്ങൾ നേരിട്ട് ഇടപെടുന്നതാണ്. ശീതീകരിച്ച റൂമിലിരിക്കുന്ന പല ആളുകളെയും പ്രശ്നം ജനങ്ങളായിട്ട് വലിയ ബന്ധമില്ലാത്തതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അത് വന്നിട്ട് ഇതിലേക്ക് വരാം, ലീഗിൻ്റെ കാര്യം. അല്ല, ലീഗിനെ ഇപ്പം നിലമറന്നിരിക്കുകയാണ്. ഷിഹാദങ്ങൾ മരിച്ചതിന് ശേഷം തുടങ്ങിയ സുഖേടാത്. ഷിഹാദങ്ങൾ ഉണ്ടായ സമയത്ത് ഒരുത്തനെ ഇമാതിരി വർത്തമാനം പറഞ്ഞാൽ അങ്ങോട്ട് അടുപ്പിക്കില്ലായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം വന്ന സാദിഖലി തങ്ങൾ പാവാണ്, ഷിഹാദങ്ങളൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ പ്രായത്തിൻ്റെ ഒരു കുറവൊക്കെയാണ്. മൂപ്പരെക്കാട്ട് സീനിയർ ആണല്ലോ വേറെ പല ആളുകൾ. ചില ആളുകൾക്ക് ബിസിനസ് താല്പര്യമാണ്, ചില ആളുകൾക്ക് കമ്മ്യൂണൽ താല്പര്യമാണ്, ചില ആളുകൾക്ക് അധികാര താല്പര്യമാണ്. അപ്പോൾ ലീഗ് ഈ പറയുന്ന എന്താണ് പറയുക, ഇന്ത്യൻ യൂണിയൻ മുസ്ലിംസ് ലീഗ് എടുത്തതിന് ശേഷമുള്ള സമീപനമുണ്ട്. ഇന്ത്യയിലെ മുസ്ലിംസിൻ്റെ സ്ഥിതി എന്താണ്, കേരളത്തിലെ മുസ്ലിംസിൻ്റെ സ്ഥിതി എന്താണ്, വിവിധ ചരിത്ര സന്ദർഭങ്ങളിൽ ചെയ്ത തെറ്റുകൾ എന്താണ്, ശരികൾ എന്താണ് നമ്മുടെ പങ്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ടാണ് ലീഗ്. അങ്ങനെയാണ് ലീഗ് നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു പാർട്ടിയായിട്ട്, രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും ആരാധിക്കുന്ന ഒരു പാർട്ടിയായി മാറിയത്. ഇപ്പം ലീഗ് അതിലേറ്റവും ആ രീതിയിൽ ഒരു മേക്ക് ഓവർ നടത്താൻ അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ച പാർട്ടിയും കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ പണ്ടത്തെ ഈ മദ്രാസ് പ്രൊവിൻസിലുള്ള കേരള മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു. ആ സമയം തൊട്ട് തന്നെ ലീഗുമായിട്ട് അടുക്കാമെന്നുള്ള രീതി കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷെ അന്ന് പിന്നെ വലിയ സഖ്യമൊന്നും സാധ്യമായിരുന്നില്ല. പിന്നെയാണ് സ്പീക്കർ സ്ഥാനമൊക്കെ കൊടുത്തത്. അപ്പം ആ രീതിയിൽ അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റും ലീഗിനുണ്ടായിരുന്നു. ഇപ്പം അതല്ല. ഇപ്പം കുറച്ച് കാശും ഒക്കെ ഉണ്ട് കയ്യിൽ. ഈ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും എല്ലാവരും കൂടി പ്ലസ് ലീഗും എല്ലാവരും കൂടി ഇവിടുത്തെ സെക്യുലർ അറ്റ്മോസ്ഫിയറിൽ മുസ്ലിംസ് നല്ല രീതിയിൽ വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അത് ലീഗ് അത് നന്നായി ഫെസിലിറ്റേറ്റ് ചെയ്തു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇനി നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങ് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള നിൽക്കുന്ന മണ്ണിനെ മറന്നു പോയതിൻ്റെ ഒരു പ്രശ്നം ലീഗിനുണ്ട്. ലീഗ് എന്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന ചാനലിലേക്കുള്ള ആളുകൾ പറയുന്ന കാര്യം, ലീഗിന് അതിൽ കൂടുതൽ അവകാശമുണ്ട്. ശരിയാ, അവകാശമുണ്ട്. അതിന് പലതും അവകാശമുണ്ടോ? ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ. ഇന്ത്യയിൽ തന്നെ 18% അപ്പം ലോക്സഭയിൽ 13 അംഗങ്ങളുണ്ട്. നരേന്ദ്രമോദിനോട് പറഞ്ഞു മേടിച്ചോ. പണ്ട് ഈ നമ്മുടെ രമണം പറഞ്ഞതിൻ്റെ മാതിരി കുത്തിന് പിടിച്ച് മേടിക്കും, തുക ഇളകും, കുത്തിന് പിടിച്ച് മേടിക്കുന്നത് രമണം പറഞ്ഞിട്ടുണ്ട് പഞ്ചാബി ഹൗസിൽ. അങ്ങ് മേടിച്ചോ ബാക്കി സീറ്റുകൾ. 18 സീറ്റ് 100 കിട്ടണമല്ലോ. എന്താ മേടിക്കാത്തത്? നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല ഈ ഡയലോഗ് അടിക്കാൻ പറ്റുന്നുള്ളൂ. അതിന് കേരളത്തിലെ സെക്യുലർ അറ്റ്മോസ്ഫിയർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ ആ സെക്യുലർ അറ്റ്മോസ്ഫിയറിന് ഒരു ബോധമുണ്ട്. ആ ബോധമാണ് 5-ാം മന്ത്രി സ്ഥാനത്ത് കണ്ടത്. കുത്തിന് പിടിച്ച് മേടിച്ചല്ല 5-ാം മന്ത്രി സ്ഥാനം. എന്തുണ്ടായി? പിന്നെ കയറിയില്ലല്ലോ ഭരണത്തിൽ കയറിയിട്ടില്ലല്ലോ. അതോടുകൂടി അതാണ് മാണി സാറിനൊക്കെ LDFിലേക്ക് പോകാൻ കാരണമായിട്ടുള്ള സഭകളെ ഏറ്റവും കൂടുതൽ പിണക്കിയ കാര്യം അതാണ്. ഇവിടെ ഒരു സോഷ്യൽ ഇക്വിലിബ്രിയം ഉണ്ട്. ആ ഇക്വിലിബ്രിയം ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിൽ റെപ്രസെൻറ്റേഷൻ കിട്ടണമെന്നില്ല. പക്ഷേ ഫലത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ അധികാര സ്ഥാനം നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് കമ്മ്യൂണൽ ചിന്താഗതി വെച്ച് പുലർത്താൻ അവരുടെ താല്പര്യങ്ങൾക്ക് പുറത്താണ്. മറ്റുള്ള കാര്യങ്ങൾ നടന്നാൽ മതി. അതാണ് ഇപ്പം എന്തുകൊണ്ട് ലീഗ് ഇപ്പോൾ വന്നത്. ഇപ്പോഴാണല്ലോ കേരളത്തിൽ കോൺഗ്രസ് UDF വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഇപ്പം വന്നതെന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ടാക്കണം. ആ ചാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ അവരെ ആളുകളെല്ലാം തന്നെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ഒരു കാരണം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇതിന് മുമ്പ് ചോദിച്ചുകൂടായിരുന്നു. മുമ്പൊരിക്കലും അങ്ങോട്ട് പറഞ്ഞാണല്ലോ കാസർഗോഡ് കൊടുക്കാൻ അന്നങ്ങ് എടുത്തുകൂടായിരുന്നു. നിങ്ങൾ ഒരാളെ വിശ്വസിച്ച് കൂടെ നിങ്ങളെ ചങ്ങായിയാണ്, ആ ചങ്ങായി നിങ്ങൾ ഏറ്റവും കൂടെ സഹായിക്കണം. അയാൾ ബുദ്ധിമുട്ടിലേക്കുമാണ്. അയാൾ എന്താ കാര്യം നിങ്ങൾ ചോദിച്ച് മേടിക്കണമെങ്കിൽ നിങ്ങൾ ധാർമ്മികത ഉള്ള ആളാണ്, നൈതികത ഉള്ള ആളാണെങ്കിൽ അയാൾ പവർഫുൾ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കണം. മനസ്സിലായില്ലേ? നമുക്ക് പല രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്. അവർ ഭരണപക്ഷത്തിരിക്കും, നമ്മളെ സൈഡിലോട്ട് പോയിട്ടില്ല. അതായത് നമ്മൾ ആ സമയത്താണ് അവരെ വിമർശിച്ചത്. മനസ്സിലായില്ലേ? അതാണ് രാഷ്ട്രീയ ധാർമ്മികത. വ്യക്തിയുടേതാണെങ്കിൽ സമൂഹത്തിനാണ് അത്. ലീഗ് ഇപ്പം കാണിക്കുന്ന നന്ദികേടാണ്. ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ കേരളത്തെ മുസ്ലിംസിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട പങ്ക് ലീഗ് വഹിച്ചിട്ടുണ്ട്. ആ വലിയ ചരിത്ര ദൗത്യം മറന്നുകൊണ്ട് തിരിച്ചു നടത്താനുള്ള കേരളത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ എല്ലാ കാലഘട്ടത്തിലും തിരിച്ച് വിടാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രത്യേക ചിന്താഗതിക്കാരുടെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് ലീഗ്
മുന്നോട്ട് വെക്കുന്ന ഒരു വാദമാണിത്. ഇത് അങ്ങേയറ്റം അപകടകരമാണ്. അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയാൽ ലീഗിനുള്ള കോൺഗ്രസ് നഷ്ടപ്പെടാം. കോൺഗ്രസിൻ്റെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമായതാണ്. പിന്നെ നേരത്തെ അദ്ദേഹം പറയുന്നത് കേട്ട് നമ്മുടെ നമ്മുടെ 5-ാം മന്ത്രി സ്ഥാനത്ത് സമയത്ത് ഇവിടെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്നത്തെ കട്ടിങ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. പിന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇന്നാലും ജയിക്കുന്ന ഒരു മണ്ഡലം ഉണ്ടെന്നാണ് എൻ്റെ തോന്നല്. അത് ചാലക്കുടി ആവാനാണ് സാധ്യത. ചാലക്കുടി ചിലപ്പം നമ്മുടെ കൊച്ചുകുടിക്ക് നന്നായിട്ട് ചാലക്കുടി ചിലപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കും. അവിടെ ലീഗിന് സപ്പോർട്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് തെറ്റാണ്, പിന്നെ അദ്ദേഹം തിരുത്തും. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അതാണ് ഇപ്പോൾ ഇടതുപക്ഷം ജയരാജൻ്റെ വാക്കുകൾ കേട്ട് കാണും, ഇടതുപക്ഷം അത് കാത്തിരിക്കുന്നുണ്ട് പ്രതീക്ഷയോടെ. അവിടെയാണ് ഈ കോൺഗ്രസിനുള്ളിലെ ഈ ഐക്യമില്ലായ്മ പുറത്തു വരുന്നത്. അത് ആർക്ക് സഹായകരമാകും? ഇനിയുള്ള സമരാഗ്നി യാത്രയിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്തായാലും വലിയ പ്രചരണായുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകും ഈ പറഞ്ഞതുപോലെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നത്. നമുക്കിനിയും കാണാം ഇനിയുള്ള തെരഞ്ഞെടുപ്പ് വേളകളിലുടനീളം. അല്ല, ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞാലേ, മുസ്ലിം ലീഗ് ഒരു മലബാർ ബേസ്ഡ് പാർട്ടിയാണ്. ഈ തൃശ്ശൂർ അപ്പുറത്തേക്കാണ് മുസ്ലിം ലീഗിന് കാര്യമായിട്ട് ഉള്ള വോട്ട് ബാങ്കും. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പണ്ട് തൊട്ടേ അത് ഈ കേരളമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ അങ്ങനെയാണ്. ഇപ്പോൾ തിരുവിതാംകൂർ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റേ കുഞ്ഞില്ലേ, PK കുഞ്ഞ്, അദ്ദേഹമായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. പിന്നീട് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ഭാഗമായിട്ട് മന്ത്രിയൊക്കെ ആയ 67 സപ്തകക്ഷി മുന്നണിയിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ നമ്മുടെ ഷെയ്ഖ് പി ഹാരിസിൻ്റെ മുത്തച്ഛൻ, അദ്ദേഹമായിരുന്നു ഈ ട്രാവൻകൂർ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ. പക്ഷേ അന്ന് പോലും ട്രാവൻകൂർ മുസ്ലിം ലീഗ് പരിതാപകരമായ സ്ഥിതിയിലായിരുന്നു അന്നത്തെ ചരിത്രമൊക്കെ നോക്കിയാൽ. അപ്പോൾ ഈ മലബാറിലെ സീറ്റുകളിൽ കാര്യമായിട്ട് മുസ്ലിം ലീഗിന് കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അവിടെ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ എന്താ പറയുന്നത്, ഈ മുസ്ലിം ലീഗ് കണക്കൂട്ടുന്നത് പോലെയൊന്നും ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. കാരണം പണ്ട് 1962 ഇതുപോലെ മുസ്ലിം ലീഗ് തന്നെ മത്സരിച്ചിട്ടുണ്ട്. 60-ൽ ഒന്നിച്ച് മത്സരിച്ച കോൺഗ്രസും PSPയും മുസ്ലിം ലീഗും ഒക്കെ ഒന്നിച്ച് മത്സരിച്ചിട്ട് 62 ആയപ്പോഴത്തേക്കും നെഹ്റുവും കേന്ദ്ര നേതൃത്വമൊക്കെ ഇടപെട്ട് മുസ്ലിം ലീഗിനെ സീറ്റ് കൊടുക്കാതെ അവർ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഗതികേട്ടിലേക്ക് പോയി. അന്ന് CPI ആണ്, CPM അല്ല. അന്ന് CPIയുമായിട്ട് തലശ്ശേരിയിൽ CPIയെ പിന്തുണയ്ക്കുകയും കോഴിക്കോടും മഞ്ചേരിയിലും മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുകയും അന്ന് 3 സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിച്ച് 2 ജയിച്ചു. അതാണ് ഇപ്പോൾ ഈ മീഡിയ 1 ചാനലിലൊക്കെ പലരും അവരത് പറഞ്ഞില്ല, പക്ഷേ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ തന്നെ മത്സരിച്ചപ്പോഴും മുസ്ലിം ലീഗ് 2 സീറ്റ് ജയിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ അവർ പറയാൻ അതാണ് കാരണം. പക്ഷേ ഈ മുസ്ലിം ലീഗിൻ്റെ ശക്തിയെ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ മുസ്ലിം വോട്ടർമാരുണ്ട്. അവരിപ്പോൾ പണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ്, ഇപ്പോൾ കുറേ പേര് CPMന് വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ലീഗിൻ്റെ വോട്ടർമാരല്ല. ഇപ്പോൾ ആലപ്പുഴയിൽ ശ്രീ ജയചന്ദ്രനൊക്കെ പറയുന്നത് കേട്ടോ, ആലപ്പുഴയിലൊക്കെ ലീഗിന് എന്ത് ശക്തിയാണുള്ളത്? ലീഗിന് ശക്തിയുണ്ടോ? എനിക്ക് അത്യാവശ്യം രാഷ്ട്രീയമൊക്കെ എനിക്കും അറിയാം. അപ്പോൾ ഈ പറയുന്നത് പോലെ മുസ്ലിം ലീഗിനെ ഒരു തിരുവിതാംകൂറും കൊച്ചിയിലും ഒക്കെ മുസ്ലിം ലീഗിന് എന്തെങ്കിലും ശക്തിയുണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്. അവർക്ക് ഈ സമസ്തയുടെ പോലും ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഈ സമസ്ത തന്നെ മലബാറിലാണ്. അവർ ഇവിടെ വേറൊരു തരത്തിൽ അവരുടെ സിസ്റ്റത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർ കോമൺ ആയിട്ടുള്ള ഒരു മഹൽ സിസ്റ്റത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ലീഗിന് മലബാറിന് ഇപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിന് അല്ലാതെ തന്നെ ഡാമേജ് ചെയ്യാനുള്ള ഒത്തിരി കഴിവുകളുണ്ട്. എറണാകുളം പോലെയുള്ള സീറ്റൊക്കെ അവിടെയൊക്കെ ലീഗ് എന്താണ് എന്നുള്ളത് ആലോചിച്ചാൽ മതി. പിന്നെ ഈ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ വേറൊരു കാര്യം, ഈ KPCC അധ്യക്ഷന്മാർക്ക് ഒരാൾക്ക് വീണ്ടും ആകാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് തെറ്റാണ്. ഇപ്പോൾ 1972 AK ആൻ്റണി 1972 ഏപ്രിൽ 1 ഏപ്രിൽ ഫുൾ ദിനത്തിലാണ് അദ്ദേഹം ആദ്യം KPCC അധ്യക്ഷനാകുന്നത്. അദ്ദേഹം 77 വരെ കരുണാകരൻ രാജൻ കേസ് പെട്ട് രാജിവെക്കുന്നത് വരെ അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നു. വീണ്ടും 82-ൽ പാർട്ടി ലയനം സംഭവിച്ച് അതിനുശേഷം അദ്ദേഹം വീണ്ടും അധ്യക്ഷനാവാൻ ശ്രമമൊക്കെ നടത്തി. പക്ഷേ കരുണാകരൻ പത്മരാജൻ വക്കീലിനെയും അതുപോലെ ഇദ്ദേഹത്തെ KPCC അധ്യക്ഷനാക്കാതെ കുറേ കാലം പിടിച്ചു വെച്ചു. അവസാനം രാജീവ് ഗാന്ധി വന്നപ്പോൾ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ ആന്റണിയെ വീണ്ടും KPCC അധ്യക്ഷനാക്കി. അങ്ങനെ ഒത്തിരി കോൺഗ്രസിൻ്റെ ഭരണഘടന നോക്കിയാൽ മതി. അങ്ങനെ ഈ ടേം അത് പണ്ട് തൊട്ട് AICC അധ്യക്ഷനാവാം, കേരളത്തിലെ PCC അധ്യക്ഷനാവാം, ഏത് സംസ്ഥാനത്തെ PCC അധ്യക്ഷനാവാം. അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. പിന്നെ ഇവിടെ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞു ഈ രാഷ്ട്രീയക്കാർക്ക് പച്ചമനുഷ്യരായവർ ഭരിക്കുന്നു, അല്ലാത്തവർ പ്രതിപക്ഷത്തിരിക്കുന്നു. അത് അങ്ങനെ ഒരു ജനറൽ ആയിട്ട് അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് യുക്തിഭദ്രമാണെന്ന്. കാരണം
എല്ലാ കോൺഗ്രസിന്റെ ഇപ്പോൾ അവർ പ്രതിപക്ഷത്താണ്, അവരെല്ലാം അഭിനയക്കാരും CPM-ന്റെ അവർ ഭരണപക്ഷത്താണ്. അദ്ദേഹം അത് കേന്ദ്രത്തിലെ കാര്യമാണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. BJP-ക്കാരോ CPM-കാരോ ഒക്കെ അഭിനയിക്കാത്തവരും കോൺഗ്രസ്സുകാരെല്ലാം അഭിനയിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അത് പൊതുജനം വിലയിരുത്തട്ടെ. പിന്നെ ഈ സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് വായി തോന്നിയത് പറയുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഉത്തമ ബോധ്യത്തിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ആൾക്കാർ ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം. അല്ലാതെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പോലും ഇതുപോലെ രാഷ്ട്രീയക്കാരെ പോലെ അവിടെ ഇവിടെ തൊടാതെ പറയുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നതല്ലേ. ജയചന്ദ്രൻ, ഈ ലീഗിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ലീഗിലേക്ക് ഒരു കണ്ണുണ്ട് LDF-ന്, അത് ഇന്ന് ജയരാജന്റെ വാക്കുകളിൽ കൂടി വ്യക്തമാവുകയല്ലേ? അത് അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകുമെന്നും കരുതാമോ ഇനിയുള്ള ദിവസങ്ങളിൽ? കാരണം ഈ 3-ാം സീറ്റിലൊക്കെ നാളെ വളരെ പ്രധാനപ്പെട്ട ചർച്ചയുണ്ട്. ഏത് നിലത്തിൽ എത്തുമെന്ന് അറിയില്ല. ഒരുപക്ഷെ പരിഹരിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് കൊണ്ട് ലീഗ് തൃപ്തിപ്പെട്ടേക്കാം. ഈ പിന്നെ ഒരു കാരണവശാലും അങ്ങനൊരു വിദൂരമായ സാധ്യത പോലും അവശേഷിക്കുന്നില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ. കാരണം ലീഗിനെ സഖ്യകക്ഷിയാക്കുക എന്നുള്ള അജണ്ട LDF-ന് നിശ്ചയമായും ഇല്ല എന്നെനിക്ക് എന്നാണ് ഉറച്ച ബോധ്യം. പക്ഷെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, ലീഗിനെ പിന്നെ കൂടെ കൂട്ടാതെ ലീഗ് അണികളെ കൂടെ നിർത്തുക എന്ന വളരെ വലിയ ഒരു ദൗത്യം LDF ഏറ്റെടുത്തിട്ടുണ്ട്, വിശേഷിച്ചും CPM ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച ബോധ്യവും. അല്ലാതെ ലീഗിനെ കൂടെ കൂട്ടുക എന്ന ഒരു പരിപാടിയും CPM-നില്ല, അത് നടക്കുകയുമില്ല. അങ്ങനെ ആലോചിച്ചാൽ പോലും, ആരെങ്കിലും അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നടക്കാത്ത കാര്യവുമാണ്. അതേസമയം ലീഗ് അണികളെ കൂടെ കൂട്ടുക, അത് ലീഗിന് നന്നായിട്ട് അറിയാം. ഇപ്പോഴത്തെ ഈ സീറ്റ് തർക്കം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് തീരും. എങ്ങനെയാണെന്ന് അറിയാമോ? അത് രാജ്യസഭയിലെ ചർച്ചയായിട്ട് വഴിമാറിയാൽ മതി, വഴിമാറ്റി വിട്ടാൽ മതി. അങ്ങനെ പ്രശ്നമുള്ളത് ആദ്യമായി 2 സീറ്റുകൾ രാജ്യസഭയിൽ 2 സീറ്റുകൾ ലീഗിനും 1 സീറ്റിൽ മാത്രം കോൺഗ്രസിലേക്കും ഒതുങ്ങുന്നൊരു സാഹചര്യം ഒരുങ്ങി വരും. അല്ല, അതായിക്കോട്ടെ. പക്ഷെ അതിലും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം പാർലമെന്റിൽ ഒരു സീറ്റുണ്ട്. പാർലമെന്റിൽ എത്ര പേരുണ്ട് ജോസഫ് ഗ്രൂപ്പിന്? നിയമസഭയിൽ 2 പേര് അല്ലേ? അവർക്ക് കൊടുക്കാമെങ്കിൽ 15 പേരുള്ള തങ്ങൾക്ക് എന്തുകൊണ്ട് 2 മാത്രം? ഇതാണ് ആഭ്യന്തരമായ അവിടെ നിന്ന് വലിയ പ്രശ്നം, ഉള്ളിൽ പുകയുന്ന പ്രശ്നമാണ് ലീഗിലത്. പക്ഷെ അത് സെറ്റിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാമോ? രാജ്യസഭയിൽ സീറ്റോടെ കിട്ടിയാൽ അവർ സെറ്റിൽ ചെയ്യാൻ തയ്യാറാണെന്നേ. അത് അവരുടെ നേതാക്കളോട് തന്നെ നമ്മൾ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ അവരത് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്ത് പറയുമ്പോൾ അവർക്ക് സീറ്റ് വേണം, അല്ലാതെ ഒറ്റയ്ക്കൊന്നും ലീഗ് നിൽക്കാൻ പോകുന്നില്ല. ഇടതുമുന്നണിക്ക് അവരെ തൽക്കാലം അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല, അതിനുള്ള വഴിയും ഇപ്പൊ ഇടതുമുന്നണിയുടെ മുമ്പിലില്ല. അത് LDF-ന് UDF-ന് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അത് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം പവർ പ്ലേ ഒക്കെ കളിക്കുന്നത്. പവർ പ്ലേ എന്ന് തോന്നിപ്പിക്കുമെങ്കിലും പവർ പ്ലേ അല്ല, അതൊരു കൗശലം മാത്രമാണ്. ആ കൗശലത്തിൽ ലീഗിന് വേണ്ടത് ഒരു രാജ്യസഭാ സീറ്റാണെന്നുള്ളത് സെറ്റിൽ ചെയ്യാൻ തയ്യാറുമാവും. അതല്ലാതെ LDF-ലേക്ക് ഞങ്ങൾ രാജി എന്തെങ്കിലും പറഞ്ഞാൽ, ഞങ്ങൾ ഇതാ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ എടുക്കാൻ അവർക്ക് കഴിയില്ല. LDF-ന് അങ്ങനെ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കുകയും വേണ്ട നമ്മൾ. അതാണ് അവിടുത്തെ അവസ്ഥ. ലീഗിനും അറിയാം, പിന്നെ CPM-നും അറിയാം, കോൺഗ്രസിനും അറിയാം, ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയാം. അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്ലേ ആണ് ഈ നടക്കുന്നത് മുഴുവനും. അതുകൊണ്ട് തന്നെ ലീഗ് അണികൾ എങ്ങോട്ട് ചായും എന്നുള്ളത് ഇപ്പോഴത്തെ കേരളത്തിൽ വലിയ പ്രശ്നമാണ്. ചെറിയ പ്രശ്നമൊന്നും അല്ല പിന്നെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തീക്ഷ്ണത അനുഭവിക്കുന്നത് നിശ്ചയമായും ലീഗ് ഒറ്റയ്ക്കാണ്. കോൺഗ്രസ് എന്നുള്ള നിലയിൽ UDF ആകെയല്ല ആ തീക്ഷ്ണത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ കേരളത്തിൽ. പ്രത്യേകിച്ചും നമ്മുടെ തൃശ്ശൂർ മുതൽ അങ്ങോട്ടുള്ള, അല്ലെങ്കിൽ പാലക്കാട് മുതൽ നിശ്ചയമായും അങ്ങോട്ടുള്ള മേഖലകളിൽ, ജില്ലകളിൽ അനുഭവിക്കുന്നത് അത് പിന്നെ ലീഗിന്റെ ആ ഒരു പ്രശ്നം വളരെ സങ്കീർണമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് പവർ പ്ലേയുടെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്സിൽ അവർക്ക് രാജ്യസഭ കിട്ടിയാൽ മതി. ലോക്സഭയിലേക്ക് ആവശ്യപ്പെട്ടാലും രാജ്യസഭയിലേക്ക് കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ വരുന്നത്. ആ ആവശ്യം നിറവേറ്റപ്പെടുന്നില്ലെങ്കിലാണ് അവരുടെ അണികളിൽ നിന്നുള്ള പിന്നെ ഒഴുക്ക് LDF എത്രത്തോളം അത് എടുക്കും എന്നുള്ളതിനൊക്കെ അടുത്ത കാലത്ത് തന്നെ തെളിവുണ്ട്. ഈ ചർച്ചയിൽ അത് വിശദമായിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പക്ഷെ ആ ലീഗ് അണികൾ നേരിടുന്ന ആ ഒരു അസംതൃപ്തി അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്നുള്ളത് വ്യക്തമായും UDF-ന് ആകെയും ബോധ്യമുണ്ട്. അതുകൊണ്ട് പ്രശ്നം അവരെ സെറ്റിൽ ചെയ്യാൻ നന്നായിട്ട് ആലോചിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഇൻപുട്സ് എല്ലാം പറയുന്നത്. അല്ലാതെ ഇപ്പൊ അവർക്ക് ഒരു സീറ്റ് കൂടെ കൊടുത്തില്ല, ലോക്സഭയിലേക്ക് സീറ്റ് കൂടെ കൊടുത്തില്ല എന്നുള്ളതുകൊണ്ട് ലീഗ് പെട്ടെന്ന് പിണങ്ങി മാറി ഞങ്ങൾ ചാടി പുറപ്പെട്ടു ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള സ്ഥിതി ലീഗിന് കേരളത്തിൽ സ്വീകരിക്കാനേ കഴിയില്ല. ആ പഴയ തരത്തിലുള്ള രാഷ്ട്രീയ സംവിധാനമല്ല കേരളത്തിൽ ഇന്നുള്ളത്. പ്രത്യേകിച്ചും ഈ പിന്നെ BJP സ്വീകരിച്ചിട്ടുള്ള പല നിലപാടുകൾക്കും
എതിരായിട്ട് കേരളത്തിന്റെ മാത്രമായിട്ടുള്ള ചില യുദ്ധമുന്നണികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മുസ്ലിം സമുദായം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ അത് ലീഗിനും അറിയാം, നേതാക്കൾക്കും അറിയാം. അല്ല, അവിടെയാണ് നേരത്തെ പറഞ്ഞത് ഈ മൃദു ഹിന്ദുത്വ സമീപനമെടുക്കുന്ന കോൺഗ്രസ് എന്നും പല വിഷയങ്ങളിലും ലോക്സഭയിലും രാജ്യസഭയിലും മിണ്ടാതിരിക്കുന്ന കോൺഗ്രസ് എന്നും നിരവധി ബില്ലുകൾ ഈ മുസ്ലിം വിരുദ്ധമായി വന്നിട്ടും അതിൽ നിലപാടെടുക്കാത്ത കോൺഗ്രസ് എന്നും ഒക്കെ പറയുന്നത് അവിടെയാണ്. അവസാനമായി ശ്രീകുമാർ മനയിൽ, എന്തായാലും ഈ പ്രശ്നം ചില്ലറയൊന്നുമല്ല താങ്കളെ പോലെയുള്ള കോൺഗ്രസ്സുകാരെ, അനുഭാവികളെ, നേതാക്കളെ വേദനിപ്പിച്ചിരിക്കുന്നത്. അത് പരിഹരിക്കണം. ഒപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ആർജവത്തോടെ ഇറങ്ങണം, സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണം. ഈ ഇടപെടൽ കാര്യമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ മുറിവുകൾ ഏത് തരത്തിൽ ഉണക്കാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അല്ല രഞ്ജിത്ത്, അതെ, ഈ ഇത്തരം സംഭവങ്ങളൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കുന്നൊന്നുമില്ല കേട്ടോ. കാരണം അതൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സംശയം. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിനെയോ ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഈ ശീതസമരം പാർട്ടി പ്രവർത്തകരുടെയും അണികളുടെയും ഇടയിൽ വലിയൊരു സംസാര വിഷയമാവുകയും അവർക്കൊരു മടുപ്പുണ്ടാവുകയും ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ലീഗിൻ്റെ വിഷയം പറഞ്ഞില്ല. നമ്മൾ ഈ ലീഗിൻ്റെ വിഷയം ഇതായിട്ട് കൂട്ടിക്കാട്ടി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലീഗ് എല്ലാ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴും ലീഗ് 3ാം സീറ്റിന് വേണ്ടി ചോദിക്കും. കാരണം 3ാമതൊരു സീറ്റ് കിട്ടാനുള്ള അർഹത അവർക്കുണ്ട്. കാരണം അത് യഥാ സംഭവം എന്ന് വെച്ചാൽ മലബാർ മേഖലയിൽ കോൺഗ്രസിനെക്കാളും വലിയ പാർട്ടി ഇപ്പോഴും ലീഗാണ്. കാരണം കോൺഗ്രസ് UDFിൻ്റെ എന്ത് പരിപാടികൾ മലബാർ മേഖലയിൽ വിജയിക്കണമെങ്കിലും ലീഗിൻ്റെ പിന്തുണ ഇല്ലാതെ നടക്കില്ല. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ള ആളാണ്. കാരണം കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടിയിൽ മലബാർ മേഖലയിൽ ലീഗ് തന്നെയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, ഈവൻ വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിലെല്ലാം ഒന്നാമത്തെ പാർട്ടി ശരിക്കും ലീഗ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം കോൺഗ്രസിൻ്റെ വോട്ടെന്ന് പറയുന്നത് പഴയൊരു വോട്ട് ബാങ്കുകൾ BJPയിലേക്കും ആയിട്ട് കുറേ ചെതറിപ്പോയിട്ടുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ ശരിക്കും അതൊരു അവരുടെ ആവശ്യ ന്യായമാണ്. പക്ഷേ ഇപ്പം മിസ്റ്റർ ജയേന്ദ്രൻ പറഞ്ഞ പോലെ എല്ലാ തിരഞ്ഞെടുപ്പിലും ലീഗ് ഈ ആവശ്യം ഉന്നയിക്കുകയും മറ്റെന്തെങ്കിലും രാജ്യസഭ അടക്കമുള്ള എന്തെങ്കിലും കാര്യത്തിൽ സെറ്റ്, കാരണം ഇത് ലീഗിൻ്റെ വിഷയം സെറ്റിൽ ചെയ്ത് പോകാനാണ് സാധ്യത കൂടുതൽ. കാരണം അവർ ഇടതു മുന്നണിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ UDFിനെ ഡീസ്റ്റബിലൈസ് ചെയ്യാനൊന്നും ലീഗും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് അവരുടെ അണികളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇത് ഈ സതീശൻ സുധാകരൻ ഡുവോടെ ഈ വിഷയവും ലീഗിൻ്റെ ഇത് വിഷയമായിട്ട് ബന്ധപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം രണ്ടും വളരെ സെപ്പറേറ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്, രണ്ടും പരസ്പര ബന്ധമില്ലാത്ത വിഷയങ്ങളാണ്. കാരണം അത് ലീഗിനെ സെറ്റിൽ ചെയ്യേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് തന്നെയാണ്. കാരണം വെച്ചാൽ ലീഗും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ സൃഷ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. ലീഗ് മുന്നണിയിലേക്ക് പോകുന്നതും അതെല്ലാം അത് ലീഗ് എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. കാരണം സോണിയാഗാന്ധി ഉള്ളപ്പോഴും അല്ലെങ്കിൽ അതിന് മുമ്പ് രാജീവ് ഗാന്ധി ഉള്ളപ്പോഴും അവർ തമ്മിൽ നേരിട്ട് പോയി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇല്ല. കാരണം മിക്കവാറും ലീഗ് 80% ലീഗ് അവരുടെ ആവശ്യത്തിന് പിന്നോക്കം പോയിട്ട് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ സെറ്റിൽ ചെയ്യാനാണ് സാധ്യത കൂടുതൽ എന്നാണ് എന്റെ വിശ്വാസം. ആനന്ദ് വന്ന കാര്യമുണ്ടല്ലോ, ഞാൻ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം നല്ലൊരു പങ്ക് നേതാക്കന്മാർ ഈ വൈറ്റം വൈറ്റിട്ട് ഡയലോഗ് അടിച്ചിട്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് നാട്ടുകാർ കാണാറില്ല. CPM ആണ് BJP ആണ് ചിട്ടയ പ്രവർത്തനത്തോടു കൂടി അവർ നാട്ടുകാരുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അവിടെ എത്തിയത്. രണ്ടാമത്തെ കാര്യം, ചാനൽ ചർച്ചയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരേ വ്യക്തി അല്ല ഒരേ സമ്പത്തി രണ്ട് ഫാക്റ്റും അയാൾ ഉത്തരവാദിത്വം രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ടാവും. അത് അവിടെ ഇവിടെ തൊടാതെ ഡിപ്ലോമസി അറിയില്ല, സത്യസന്ധതയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ 2 വർഷം ജനങ്ങളെ അറിയിക്കേണ്ടത് വരും. ചില സമയത്ത് ഇപ്പോൾ ലീഗിൻ്റെ കാര്യത്തിൽ എടുത്ത പോലെ കൃത്യമായ നിലപാടെടുക്കേണ്ടി വരും. അത് സത്യസന്ധതയാണ്, മറ്റു താല്പര്യങ്ങളില്ലെങ്കിൽ. ആനന്ദ്, വളരെ പെട്ടെന്ന് 30 സെക്കൻഡ് ഒന്ന് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ല, എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഈ നമ്മളൊരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക്, ഒരു അനലിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മൾ അത് വിശകലനം നടത്തുന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുന്ന ആൾക്കാരെയാണ് എപ്പോഴും ജനങ്ങൾ വില മതിക്കുന്നത്. അവരുടെ അഭിപ്രായത്തിനാണ് വില, അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ തോന്നുന്നു. നന്ദി. ശ്രീകുമാർ മനയിൽ, ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ ജയചന്ദ്രൻ, ഒപ്പം ശ്രീ അരുൺകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ആപത്ത് കാലത്തെ തല്ലുപിടി കോൺഗ്രസിന് തിരിച്ചടിയാകില്ലേ എന്നാണ് പ്രൈം ഡിബേറ്റ് പോളിലൂടെ പ്രേക്ഷകരോട് ചോദിച്ചത്. അതെ എന്ന് 84% ആളുകൾ അഭിപ്രായപ്പെട്ടു. അല്ല എന്ന് 13% ആളുകളും നിഷ്പക്ഷമായി 3% പേരും അഭിപ്രായം രേഖപ്പെടുത്തി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി എത്താം. നമസ്കാരം.